ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. യഹോവയുടെ നിയമപ്പെട്ടകം ഫെലിസ്ത്യ പട്ടണങ്ങളിൽ ന്യായവിധിക്ക് ഹേതുവായി തീർന്നു എന്ന് അറിഞ്ഞ് ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തെ ഇസ്രയേലിലേക്ക് തിരികെ അയക്കുന്ന കാര്യം നാം കഴിഞ്ഞ ഭാഗത്തിലൊക്കെ ഓർത്ത വിഷയമാണ്. ശമൂവേലിന്റെ 1-ാം പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ യഹോവയുടെ നിയമപ്പെട്ടകത്തെ നാം കാണുന്നത് പോലെ, മനസ്സിലാക്കുന്നത് പോലെ കറവയുള്ള 2 പശുക്കൾ വലിക്കുന്ന ആ വണ്ടിയിൽ വെച്ച് ബേത്ത്ശമേശിലേക്ക് അയക്കുന്ന കാഴ്ച കാണുവാൻ കഴിയുന്നു. 6-ാം അധ്യായം ശമൂവേലിന്റെ 1-ാം പുസ്തകം 13 മുതൽ 21 വരെയുള്ള ഭാഗത്ത് യഹോവയുടെ പെട്ടകം ബേത്ത്ശമേശിൽ എത്തുന്ന കാര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങ് ശ്രദ്ധിക്കുന്നത് ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയാണ്. നാം ശമൂവേലിന്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 67-ാമത്തെ എപ്പിസോഡിലാണ് എത്തി നിൽക്കുന്നത്. അങ്ങയ്ക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരിക്കലൂടെ ഓർമ്മപ്പെടുത്തട്ടെ, ശമൂവേലിന്റെ 1-ാം പുസ്തകം 6-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ പെട്ടകം ബേത്ത്ശമേശിൽ എത്തുകയാണ്. അവിടെ സന്തോഷകരവും ഒപ്പം ദുഃഖകരവുമായിട്ടുള്ള വസ്തുതകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, ദൈവത്തിന്റെ നാമം, ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് സന്തോഷകരമാണ്. അത് സന്തോഷത്തിന്റെ പൂർണ്ണത നമുക്ക് തരുന്നതാണ്. അവിടെ നമുക്ക് അനവധിയായിട്ടുള്ള നന്മകളുണ്ട്. എന്നാൽ ദൈവസന്നിധിയിൽ ശരിയല്ലാതെ നാം ജീവിച്ചാൽ, ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ വസിക്കുന്ന ദൈവത്തിന്റെ പൈതൽ ദൈവഹിതത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ, എന്തെങ്കിലും പാപത്തിൽ തുടരുന്ന സ്വഭാവങ്ങൾ വന്നാൽ, വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, അവിടെ ദൈവത്തിന്റെ ശിക്ഷയുടെ കരങ്ങൾ വെളിപ്പെടും എന്നുള്ളത് ഈ വേദഭാഗം പഠിക്കുമ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടെ, വളരെ ഭയഭക്തി ബഹുമാനത്തോടെ വേണം കർത്താവിൻ്റെ മുൻപാകെ നമ്മുടെ ജീവിതങ്ങളെ നാം കഴിക്കുവാനായിട്ട് എന്നുള്ളത് ആദ്യം തന്നെ ഓർമ്മപ്പെടുത്താതിരിപ്പാൻ തരമില്ല. 13-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അന്നേരം ബേത്ത്ശമേശ്യർ താഴ്വരയിൽ കോതമ്പ് കൊയ്യുകയായിരുന്നു. എന്നേരം ഈ ദൈവത്തിന്റെ പെട്ടകം കറവുള്ള 2 പശുക്കൾ വലിക്കുന്ന വണ്ടിയിൽ വെച്ച് ഫെലിസ്ത്യർ ബേത്ത്ശമേശിലേക്ക് അയച്ച നേരം, അത് കണ്ട നേരം അവർ താഴ്വരയിൽ കോതമ്പ് കൊയ്യുകയായിരുന്നു. ഒരുപക്ഷെ ജൂൺ മാസത്തിൽ പട്ടണം ഒന്നാകെ ചേർന്ന് വിളവെടുപ്പ് നടത്തുന്ന സമയത്തായിരിക്കാം ദൈവത്തിന്റെ പെട്ടകം വണ്ടിയയിൽ യോശുവയുടെ വയലിൽ വന്നു നിന്നത്. 14-ാം വാക്യത്തിൽ അക്കാര്യം നമ്മൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അത് സന്തോഷത്തിന്റെ സമയമായിരുന്നു. 14, 15 വാക്യങ്ങൾ ശ്രദ്ധിച്ചാലും വണ്ടി ബേത്ത്ശമേശ്യനായ യോശുവയുടെ വയലിൽ വന്ന് നിന്നു. അവിടെ ഒരു വലിയ കല്ലുണ്ടായിരുന്നു. അവർ വണ്ടിയുടെ മരം വെട്ടിക്കീറി പശുക്കളെ യഹോവയ്ക്ക് ഹോമയാഗം കഴിച്ചു. ലേവ്യർ യഹോവയുടെ പെട്ടകവും പൊന്നുരുടുപ്പികളിൽ ഉള്ള ചെല്ലവും ഇറക്കി ആ വലിയ കല്ലിന്മേൽ വെച്ചു. ബേത്ത്ശമേശ്യർ അന്ന് യഹോവയ്ക്ക് ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും അർപ്പിച്ചു. 16-ാം വാക്യം കൂടെ ശ്രദ്ധിച്ചാലും ഫെലിസ്ത്യ പ്രഭുക്കന്മാർ 5 പേരും ഇത് കണ്ട ശേഷം അന്ന് തന്നെ എക്രോനിലേക്ക്, അവരുടെ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോയി. യെരുശലേമിന് 15 മൈൽ വടക്കുള്ള ലേവ്യരുടെ ഒരു പട്ടണമായിരുന്നു ബേത്ത്ശമേശ് എന്ന് പറയുന്നത്. ലേവ്യരുടെ പട്ടണത്തിലേക്ക് അവർ സേവിക്കുന്ന, അവരുടെ ദൈവത്തിന്റെ നിയമപ്പെട്ടകം, ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഓർമ്മപ്പെടുത്തുന്ന യഹോവയുടെ പെട്ടകം
തങ്ങളുടെ പാപങ്ങൾ കൊണ്ട് ഫെലിസ്ത്യരുടെ കയ്യിലേക്ക് ദൈവം ഏൽപ്പിച്ചു കൊടുത്ത അതേ യഹോവയുടെ പെട്ടകം തിരികെ വന്നപ്പോൾ എത്ര സന്തോഷം അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവർ ദൈവസന്നിധിയിൽ യാഗങ്ങളെ അർപ്പിക്കുന്ന കാര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിൽ തരുന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിപ്പാനായിട്ട് കഴിയണം. ദൈവത്തോട് നന്ദിയുള്ള ഹൃദയം കാത്തു സൂക്ഷിക്കാനായിട്ട് കഴിയണം. കർത്താവിൻ്റെ സന്നിധിയിൽ നൽകപ്പെട്ട മഹാകൃപയുടെ അത്യന്ത ധനത്തെ ഓർത്ത്, കൃപയുടെ സമൃദ്ധിയെ ഓർത്ത് കർത്താവിൻ്റെ ആത്മാവിനോട് ഏറെ നന്ദി പറയുവാൻ, ത്രിയേക ദൈവത്തോട് ഏറെ സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്ന ഒരു ഹൃദയമുണ്ടാകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഇതാ ലേവ്യ പട്ടണമായ ബേത്ശമേശ്യർ അവർ ദൈവത്തിന് ഹനനയാഗങ്ങളും ഹോമയാഗങ്ങളും അർപ്പിച്ച് അവരതിൽ സന്തോഷിക്കുന്ന അനുഗ്രഹീതമായ കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ 19-ാം വാക്യത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച അവർക്ക് സംഭവിക്കുന്നു. ബേത്ശമേശ്യർ യഹോവയുടെ പെട്ടകത്തിൽ നോക്കുക കൊണ്ട് അവൻ അവരെ സംഹരിച്ചു. അവൻ ജനത്തിൽ 50,070 പേരെ സംഹരിച്ചു. ഇങ്ങനെ യഹോവ ജനത്തിൽ ഒരു മഹാസംഹാരം ചെയ്തതുകൊണ്ട് ജനം വിലപിച്ചു. വാസ്തവത്തിൽ തിരുവചനം പഠിച്ചു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ പെട്ടകത്തിൽ അങ്ങനെ നോക്കുവാനുള്ള അനുവാദം കൊടുത്തിട്ടില്ലായിരുന്നു. അത് ലേവ്യർ അറിയേണ്ടുന്നതാണ്. ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ നിയമങ്ങൾ അറിയേണ്ടവരാണ്. ദൈവത്തെ ശുശ്രൂഷിക്കുന്നവർ ദൈവത്തിൻ്റെ കാര്യങ്ങൾ അറിയേണ്ടവരാണ്. അറിവാനുള്ളത് വിശുദ്ധ തിരുവെഴുത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്ക് നൽകിയിട്ടുള്ളത് നാം ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാനായിട്ടാണ്. എന്നാൽ ലേവ്യരെ സംബന്ധിച്ച് ഇവിടെ ഒരു പരാജയം സംഭവിക്കുകയാണ്. അവർ യഹോവയുടെ പെട്ടകത്തിൽ നോക്കുമ്പോൾ ഒരു വലിയ സംഹാരം അവരുടെ മധ്യേ സംഭവിക്കുന്ന ദുഃഖകരമായ കാഴ്ച കാണുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ തുടർന്ന് നാം ചിന്തിക്കുമ്പോൾ എത്രമാത്രം വലിയ തെറ്റ് അവർക്ക് വന്നു എന്നതിനെ ഓർമ്മപ്പെടുത്തുന്ന അവരുടെ ഒരു വിലാപം നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയുന്നു. 20-ാം വാക്യം ശ്രദ്ധിക്കുക. ജനം വിലപിക്കുകയാണ്. ഈ പരിശുദ്ധ ദൈവമായ യഹോവയുടെ മുൻപാകെ നിൽപ്പാൻ ആർക്ക് കഴിയും? അവൻ ഞങ്ങളെ വിട്ട് ആരുടെ അടുക്കൽ പോകുമെന്ന് ബേത്ശമേശ്യർ പറയുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അവരിപ്പോൾ ഭയപ്പെടുന്നു. കാരണം അവർക്ക് തെറ്റ് സംഭവിച്ചു. ദൈവത്തിൻ്റെ ശിക്ഷാവധി അവർക്ക് സംഭവിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം അവർ മറ്റൊരിടത്തേക്ക് വിടാനായിട്ട് ആഗ്രഹിക്കുക. 21-ാം വാക്യം ശ്രദ്ധിക്കുക. അവർ കിര്യത്ത് യെയാരീം നിവാസികളുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഫെലിസ്ത്യർ യഹോവയുടെ പെട്ടകം മടക്കി അയച്ചിരിക്കുന്നു, നിങ്ങൾ വന്ന് അതിനെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുപോകുവീൻ എന്ന് പറയിച്ചു. തുടർന്ന് 20 വർഷം കിര്യത്ത് യെയാരീമിൽ ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കുന്നത് അടുത്ത അധ്യായം തുടങ്ങുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് കർത്താവിൻ്റെ മുൻപാകെ ശരിയായി ജീവിക്കുന്നവർക്ക് ദൈവ സാന്നിധ്യത്തിൻ്റെ മറവ് അനുഗ്രഹത്തിൻ്റെ ചിത്രമാണ് തരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിലിരുന്നു കൊണ്ട് തെറ്റുകൾ ചെയ്യുമ്പോൾ, പാപം ചെയ്യുമ്പോൾ ദൈവം അതിനെ വിട്ടുകളയുകയില്ല. അത് ന്യായവിധിക്ക് കാരണമായി തീരും. ഇന്നും എത്രയോ ആളുകൾ ദൈവം നൽകിയിട്ടുള്ള അനേകം നന്മകൾ അനുഭവിച്ചുകൊണ്ട് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന മട്ടിൽ പാപത്തിൽ തുടരുമ്പോൾ ഇത് മറക്കരുത്. ദൈവം ശിക്ഷിക്കുന്ന ദൈവമാണ്. അവിടുത്തെ നാമം സംബന്ധിച്ച് തീഷ്ണതയുള്ള ദൈവമാണ്. എന്നാൽ കർത്താവിനെ അനുസരിപ്പാൻ തയ്യാറാകുമ്പോൾ, ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം ഹൃദയത്തിലും നെഞ്ചകത്തിലും ഏറ്റെടുത്ത് വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ അതെത്രയോ അനുഗ്രഹങ്ങൾക്ക് മുഖാന്തരമായി തീരും. അതിനായിട്ട് കർത്താവ് നമ്മളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.